സീഡ് സൊസൈറ്റി തട്ടിപ്പിൽ പ്രതി അനന്തകൃഷ്ണനുമായുള്ള തെളിവെടുപ്പ് തുടരുന്നു. കൊച്ചിയിൽ അനന്തകൃഷ്ണന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന അശോക ഫ്ളാറ്റിലടക്കമാണ് ഇനി തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ളത്. എസ്.പിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിൽ അനന്തു നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. നാളെ അനന്തുവിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, ഇക്കാര്യത്തിൽ വലിയ ഒരു തെളിവെടുപ്പ് നടപടികളാണ് പ്രധാനമായും നടക്കുന്നത്. കാരണം ഇടുക്കിയിലും കഴിഞ്ഞ ദിവസം ഇന്നലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. അവിടെ അനന്തകൃഷ്ണൻ സ്ഥലം പല സ്ഥലങ്ങളിലായി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ആ ഭാഗങ്ങളിലാണ് തെളിവെടുപ്പിനെ എത്തിച്ചത്. മാത്രമല്ല അനന്തകൃഷ്ണന്റെ വീടിരുന്ന ഭാഗം ഇടുക്കി ജില്ലയിലെ ഓഫീസുകളിലെല്ലാം കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തി. ഇന്ന് പ്രധാനമായും ഹൈക്കോടതി ജംഗ്ഷനിലെ 2 ഫ്ളാറ്റുകൾ, അയാൾ താമസിച്ചിരുന്ന 2 ഫ്ളാറ്റുകളുണ്ട്. കടവന്ത്രയിൽ ഓഫീസായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമുണ്ട്. ഇവിടെയെല്ലാം എത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. കാരണം നാളെ കസ്റ്റഡി കാലാവധി കഴിയുകയാണ്. ഇതിനു മുമ്പ് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കൂടി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കടക്കണം. കാരണം കൂടുതൽ പരാതികളാണ് ഓരോ മേഖലകളിൽ നിന്നും വരുന്നത്. ഏറ്റവും ആദ്യം കണ്ണൂർ ജില്ല, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് പരാതികൾ വന്നിരുന്നു. ഒപ്പം തന്നെ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ, പറവൂർ, മൂവാറ്റുപുഴ ഭാഗങ്ങളിൽ നിന്ന് പരാതി വന്നു. ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് മൂവാറ്റുപുഴയിലാണെങ്കിൽ കൂടുതൽ പരാതികൾ പറവൂർ ഭാഗത്ത് നിന്നാണ് വരുന്നത്. ഇന്നലെ മാത്രം 275ഓളം പരാതികളാണ് കൂടുതലായി ഇത്തരത്തിൽ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ വഞ്ചിച്ചു എന്ന് പരാതിപ്പെട്ടുകൊണ്ട് ലഭിച്ചത്. അങ്ങനെ 500-ലധികം പരാതികൾ എറണാകുളം ജില്ലയിൽ പറവൂരിൽ മാത്രം ഇന്നലെ രാത്രി വരെ ലഭിക്കുകയും 4 കേസുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ള വിവിധ സംഘടനകളെ കൂടി പ്രതി ചേർത്തുകൊണ്ടാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെയാണ് ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഇടപാടുകൾ, ആരെല്ലാമാണ് അവിടെ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്, അതിൻ്റെ രേഖകൾ എന്തെങ്കിലും ഇപ്പോഴും ആ ഫ്ളാറ്റുകളിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഓഫീസിൽ വിശദമായൊരു പരിശോധന, കാരണം കൃത്യമായി പരാതികൾ കൂടുതലായി ഓരോന്ന് വരുമ്പോൾ പോലും എത്ര പേരിൽ നിന്ന് പണം വാങ്ങി എന്നതിന് ഒരു കൃത്യമായ കണക്കുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ അത് സംബന്ധിച്ച് അനന്തകൃഷ്ണൻ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. പലപ്പോഴും ലഭിക്കുന്ന പണം അനന്തകൃഷ്ണൻ സ്വന്തം കാര്യങ്ങൾക്കായി വകമാറ്റുകയായിരുന്നു പ്രധാനമായും ചെയ്തിരുന്നത്. കോടിക്കണക്കിന് രൂപ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന പേരിൽ കളക്ഷനായി അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് ലഭിക്കുമ്പോൾ അതിലൊരു ഭാഗം അനന്തകൃഷ്ണൻ സ്വന്തം നിലയ്ക്ക് ഭൂമി വാങ്ങിക്കൂട്ടുന്നതിനടക്കം വിനിയോഗിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ തട്ടിപ്പിൽ കൂടുതൽ ആളുകൾ പങ്കാളികളായിട്ടുണ്ട്. അനന്തകൃഷ്ണനെ പോലെ തന്നെ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ ആളുകളുണ്ട്. ചില ഉദ്യോഗസ്ഥർക്കും ചില രാഷ്ട്രീയ നേതാക്കൾക്കുമെല്ലാം അനന്തകൃഷ്ണൻ കൃത്യമായി മാസപ്പടി എന്ന രീതിയിൽ പണം കൈമാറിയിട്ടുണ്ട് എന്നതിൻ്റെ വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. അത് ചില പോലീസ് ഉദ്യോഗസ്ഥർ, റിട്ടയർഡ് ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പല പരിപാടികളും ഇത്തരത്തിൽ അനന്തകൃഷ്ണൻ നടത്തിയിരുന്നത്. മാത്രമല്ല ഈ NGOകളുമായി ബന്ധപ്പെട്ട്, ചില സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സ്കൂട്ടർ വിതരണ പരിപാടികൾ കേമമായി നടത്താൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ അതിൻ്റെ ഭാഗമാക്കി മാറ്റണം, ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എങ്കിലും ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കണം എന്നൊരു നിർദ്ദേശം അനന്തകൃഷ്ണൻ എല്ലാവർക്കും നൽകിയിരുന്നു. കാരണം ജനങ്ങളിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതാണ് ഏറ്റവും പ്രധാനമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അനന്തകൃഷ്ണൻ അത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ ആളുകൾക്ക് നൽകിയത്. അങ്ങനെ ആരെല്ലാമാണ് അനന്തകൃഷ്ണന്റെ ഭാഗമായത്, അവർ എന്ത് സാമ്പത്തിക നേട്ടമാണ് ഈ തട്ടിപ്പിന്റെ ഭാഗമായി ഉണ്ടാക്കിയത് എന്ന കാര്യമടക്കം പ്രധാനമായും പരിശോധിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് 46 ലക്ഷം രൂപയാണ് വാങ്ങിയത് എന്നതിൻ്റെ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ വന്നത്. നേരത്തെ 40 ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു, അത് ഫീസ് ഇനത്തിലാണ് എന്നത് എല്ലാം അവർ വ്യക്തമാക്കിയിരുന്നു. 46 ലക്ഷത്തോളം രൂപയാണ് പല ഘട്ടങ്ങളിലായി അനന്തകൃഷ്ണനിൽ നിന്ന് വാങ്ങിയത് എന്നതിൻ്റെ ഒരു വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് പറഞ്ഞത് തന്നെയാണ് ഇതിൽ ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. കാരണം ജിജീഷ്, നമുക്കറിയാം പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ക്രമക്കേടുകളിൽ ഒന്നായി ഇത് മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ അനന്തകൃഷ്ണനെ മാത്രം പ്രതി ചേർക്കാനാകില്ല. ഈ സാമ്പത്തിക ലാഭം കൊയ്തവരിൽ മറ്റു പലരുമുണ്ട്, ഉന്നതരും അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന് ചില നിർണായക വിവരങ്ങൾ അനന്തകൃഷ്ണൻ അത് കൈമാറിയിട്ടുണ്ട് മൊഴിയായി എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒരാളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാകില്ലല്ലോ. പറയുന്നത് അനന്തകൃഷ്ണൻ തങ്ങളെ വഞ്ചിച്ചു എന്ന കാര്യമാണ്. എന്നാൽ സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കി അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസ്യത പരിശോധിക്കാതെയാണ് ഈ ആളുകളെല്ലാം തന്നെ അനന്തകൃഷ്ണന്റെ ഭാഗമായി മാറിയത് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇത്തരത്തിൽ CSR ഫണ്ടുകൾ വരുന്നുണ്ട് എന്നും ആ CSR ഫണ്ടുകൾ ചെലവഴിക്കാൻ കഴിയാതെ ആ സാമ്പത്തിക വർഷം പൂർത്തിയാകുമ്പോൾ മറ്റ് ആവശ്യങ്ങൾക്ക് വലിയ തുക അവർ നൽകുന്നു എന്നെല്ലാം അനന്തകൃഷ്ണൻ വിശ്വസിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ പോലും CSR ഫണ്ട്
ഫണ്ട് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ കളക്ഷനായി പിരിച്ചതിന് ശേഷം അതിന്റെ ചെറിയൊരു പങ്ക് കൊണ്ട് ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പുകളും വാങ്ങി കുറച്ച് പേർക്ക് മാത്രം നൽകി വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയായിരുന്നു അനന്തകൃഷ്ണൻ നൽകിയിരുന്നത്. അത്തരത്തിൽ വലിയ അളവിൽ ഇരുചക്ര വാഹനങ്ങളും അല്ലെങ്കിൽ മറ്റ് തയ്യൽ മെഷീനുകളും എല്ലാം തന്നെ വാങ്ങുമ്പോൾ അതിന്റെ കമ്പനിയുടെ പ്രതിനിധികളെ കൂടി ഇത്തരത്തിൽ നടത്തുന്ന ചടങ്ങുകൾക്ക് ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ വരുമ്പോൾ അവരാണ് ഈ CSR ഫണ്ട് നൽകുന്നത് എന്നെല്ലാമുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാൻ അനന്തകൃഷ്ണന് കൃത്യമായി തന്നെ കഴിഞ്ഞിരുന്നു. കാരണം പ്രധാനപ്പെട്ട വൻകിട കമ്പനികളുടെ പ്രതിനിധികളെ ഇത്തരം ചടങ്ങുകളിലേക്ക് വിളിക്കുന്നു. അതിനുശേഷം അവരെ കൊണ്ട് ആ ചടങ്ങിന്റെ ഭാഗമാക്കി ആശംസകളടക്കം നേരുന്ന ഒരു പ്രത്യേക ചടങ്ങ് സംഘടിപ്പിക്കുന്നു. സ്വാഭാവികമായും ആളുകൾ വിശ്വസിച്ചിരുന്നത് ഈ CSR ഫണ്ടുകൾ അനന്തകൃഷ്ണന്റെ കൈവശം എത്തുന്നുണ്ട്. വൻകിട കമ്പനികളിൽ പലതും ഇത്തരത്തിൽ CSR ഫണ്ട് അനന്തകൃഷ്ണന് നൽകാൻ തയ്യാറാകുന്നുണ്ട്. പാതിവിലക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകുന്നതിനും ഒപ്പം തന്നെ ലാപ്ടോപ്പുകളുടെ വിതരണത്തിനും തയ്യൽ മെഷീനുകളുടെ വിതരണത്തിനും എല്ലാം തന്നെ. മാത്രമല്ല ഇടുക്കിയിൽ ഈ പണം പ്രധാനമായും കളക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് വളമടക്കം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോടുകൾ നൽകാമെന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെ തട്ടിപ്പിന്റെ എല്ലാ മാർഗങ്ങളും കൃത്യമായി തന്നെ ഉപയോഗപ്പെടുത്തിയായിരുന്നു അനന്തകൃഷ്ണൻ ആ ചെറുപ്രായത്തിൽ തന്നെ മുന്നോട്ട് പോയത് എന്നതാണ് വ്യക്തമാകുന്നത്. പലരെ ആളുകളെയും ഇതിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി തന്ത്രപൂർവ്വമുള്ള നീക്കങ്ങൾ അനന്തകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. തട്ടിപ്പ് മാത്രമായിരുന്നു തുടക്കം മുതൽ അനന്തകൃഷ്ണന്റെ ലക്ഷ്യം എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം നേരത്തെ മൊഴി നൽകിയപ്പോൾ അനന്തകൃഷ്ണൻ പറഞ്ഞത് തന്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ആയതോടുകൂടിയാണ് ഇതിലെല്ലാം തന്നെ പാകപ്പിഴകൾ വന്നത്, താൻ സാമ്പത്തിക തട്ടിപ്പ് ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ തട്ടിപ്പിലൂടെ ലഭിച്ച പണം ആദ്യഘട്ടത്തിൽ തന്നെ മറ്റു നിക്ഷേപങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ അനന്തകൃഷ്ണൻ കൃത്യമായി തന്നെ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിരുന്നു. അതെ, ശരി ജിജീഷ്. എന്തായാലും സീഡ് സൊസൈറ്റി തട്ടിപ്പിൽ പ്രതി അനന്തകൃഷ്ണനുമായുള്ള തെളിവെടുപ്പ് തുടരും. നാളെയാണ് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. കൂടുതൽ പേരിലേക്കും അന്വേഷണം എത്തുമോ എന്നുള്ളത് ചില സംശയങ്ങളും പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.